നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂരിൽ മിന്നുന്ന ജയമാണ് സുരേഷ് ഗോപി സ്വന്തമാക്കിയത്. ഇനി ഏവരും ഉറ്റുനോക്കുന്നത് സുരേഷ് ഗോപി പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയാണ്. എന്നാണ് അത് സംഭവിക്കാമെന്ന് ആകാംക്ഷയോടെ അണികളൊക്കെ ഉറ്റുനോക്കുകയാണ്. ആ ചോദ്യത്തിനുള്ളൊരു ഉത്തരം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ കണ്ടപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയെ കാണും എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അതിന് നാളെ ആകുമോ എന്ന കാര്യത്തിൽ തിക്തമില്ല. എന്തായാലും ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രധാനമന്ത്രിയുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം പ്രധാനമന്ത്രിയുമായി സംസാരിച്ചില്ല. അദ്ദേഹം മറ്റു പല മീറ്റിങ്ങുകളുടെയും തിരക്കിലാണ്. കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്നോ നാളെയോ അദ്ദേഹത്തെ കാണും എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരിലേക്ക് പോകുമ്പോഴായിരുന്നു അദ്ദേഹം ഈ പ്രതികരണം നടത്തിയത്. കേന്ദ്രമന്ത്രിയാകുമോ എന്ന ചോദ്യം അദ്ദേഹത്തിന് മുന്നിൽ ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മറുപടി ഇപ്രകാരമാണ്. ഇപ്പോൾ അതേക്കുറിച്ച് പറയുന്നില്ല. തന്റെ മനസ്സിലുള്ള ആഗ്രഹം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതായും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂരിലേക്ക് മെട്രോ റെയിൽ പദ്ധതി നീട്ടുന്നതിന്റെ സാധ്യത പരിശോധിക്കും. മെട്രോ വന്നാൽ സ്വപ്നം കാണുന്ന വളർച്ച കിട്ടും. ബിസിനസ് സാധ്യത വളരും. മെട്രോയ്ക്കായി സാധ്യതാ പഠനം നടത്തേണ്ടതുണ്ട്. പഠന റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തൃശൂരിൽ സ്ഥിരം താമസമാക്കുമോ എന്ന ചോദ്യത്തിന് സ്ഥിര താമസമാക്കിയതുപോലെ ആയിരിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും താൻ തൃശൂരിൽ തന്നെ ഉണ്ടായിരുന്നതായും സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ സുരേഷ് ഗോപി എത്തി. അദ്ദേഹത്തെ കാണാൻ നൂറുകണക്കിന് പ്രവർത്തകരാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിയത്. സ്വാഗതം, സുസ്വാഗതം, സുരേഷ് ഗോപിക്ക് സ്വാഗതം തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് എങ്ങും ഉയർന്നു കേട്ടത്. കളക്ടറേറ്റിലെത്തി വിജയപത്രിക കൈപ്പറ്റിയ അദ്ദേഹം അതിനുശേഷം റോഡ് ഷോയ്ക്ക് തുടക്കമായി. MD രമേശ് അടക്കമുള്ള മുതിർന്ന BJP നേതാക്കൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. വിജയപത്രിക സ്വീകരിച്ച ശേഷം പുറത്തെത്തിയ സുരേഷ് ഗോപി വിജയപത്രിക ഉയർത്തി കാണിച്ചു. പ്രവർത്തകർ പൂമാലകളും ഷോളുകളും അണിയിച്ച് പ്രിയ നേതാവിനെ സ്വീകരിച്ചു. കളക്ടറേറ്റിൽ നിന്ന് മണികണ്ഠനാലിലെത്തിയ സുരേഷ് ഗോപി അവിടെ നിന്ന് ബൈക്ക് ഷോയുടെ അകമ്പടിയോടെ തൃശൂർ റൗണ്ടിലേക്ക് എത്തി. BJPക്ക് കേരളത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്ന സന്തോഷത്തിലാണ് സുരേഷ് ഗോപി. തൃശൂരിൽ അണികളുടെ ആവേശോജ്വലം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ റോഡ് ഷോ നടന്നു. തിരുവനന്തപുരത്ത് നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ ഒട്ടേറെ പ്രവർത്തകരും സിനിമാ താരങ്ങളും എത്തിയിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് കാർ മാർഗമായിരുന്നു സുരേഷ് ഗോപി തൃശൂരിൽ എത്തിയത്. എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം എപ്പോഴാണ് തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപി എത്തുക എന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം മറുപടി കിട്ടി. ഇനി എപ്പോഴാണ് പ്രധാനമന്ത്രി സുരേഷ് ഗോപി കൂടിക്കാഴ്ച എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതിനുള്ള ഉത്തരവും ഏവരും ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.